ഈശ്വരാനുഗ്രഹം കൊണ്ട് ഞാനിപ്പോ ഒരുവിധം പിടിച്ചു നിൽക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥ എനിക്ക് കൈമോശം വന്നാൽ ചിലപ്പോ എന്നെ നിയന്ത്രിക്കാൻ എനിക്ക് പറ്റിയെന്ന് വരില്ല. മോൾ ഒന്നുകൂടി ആലോചിക്ക. ഇപ്പൊ അങ്ങോട്ട് പോണോന്ന്. പോകുന്നില്ല എന്നാണ് നിന്റെ തീരുമാനമെങ്കിൽ നിന്നെ ഇവിടുന്ന് ആരും പറഞ്ഞു വിടില്ല. പോണം അമ്മേ. ഞാൻ ഇങ്ങോട്ട് കയറി വന്നപ്പോഴുള്ള എന്റെ ജീവിതം എനിക്ക് എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്വപ്നങ്ങൾ ബാക്കിയുണ്ട് ഇനിയും. ഞാൻ ഇനി ഇവിടെ നിന്നാ നിങ്ങൾക്കെല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവും. അതെനിക്കിഷ്ടമല്ല. ഒരു കണക്കിന് ആലോചിക്കുമ്പോ അത് തന്നെയാ മോളെ നല്ലത്. ഏതൊരു മനുഷ്യനും അത്യാവശ്യം വേണ്ടത് മനസ്സമാധാനമാ. അതൊരിക്കലും നിനക്കിവിടുന്ന് കിട്ടില്ല എന്ന് എനിക്കറിയാം. അവിടെയാകുമ്പോ കുത്തുവാക്കുകളും പരിഹാസവും ഒന്നുമില്ലാതെ മോൾക്ക് സുഖമായി ജീവിക്കാം. പിന്നെ ഇവിടെ രേഖ പറഞ്ഞതുപോലെ എന്റെ കാര്യം നോക്കാൻ രേഖ വേണമെന്നില്ല. ഞാനത് പ്രതീക്ഷിക്കുന്നുമില്ല. ഞാനൊരു കിടപ്പ് രോഗിയൊന്നും അല്ലല്ലോ. എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. രഘു സാർ മാത്രം ഒന്നും പറഞ്ഞില്ലല്ലോ ഇതുവരെ. ഞാൻ പോയിട്ട് വരാം രഘു സാർ. കുറച്ചു നാളാണെങ്കിലും ഒരു ഏട്ടത്തിയമ്മയുടെ സ്ഥാനം തന്നതിനും സ്നേഹിച്ചതിനും ഒരുപാട് നന്ദിയുണ്ട്. എന്ത് പറ്റി രഘു സാർ? എനിക്കറിയാം ഞാൻ പോകുന്നത് സാറിന് വിഷമമാണെന്ന്. എന്നാ ഞാൻ ഇറങ്ങട്ടെ രഘു? പോയിട്ട് വാ നന്ദിനി അമ്മേ. ടേക്ക് കെയർ ഏട്ടത്തിയമ്മേ. എന്തായാലും നീ ഒറ്റയ്ക്ക് പോകണ്ട. അത് ശരിയാവില്ല. രഘു, നീ രവിയെ വിളിക്ക്. ശ്രീലക്ഷ്മി ഡ്രോപ്പ് ചെയ്തിട്ട് വരാൻ പറ. ശരിയമ്മേ. അത് വേണ്ട രഘു. എന്തു പറ്റി മോളെ? ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം അമ്മേ. അതെന്താ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ തന്നെ രവി സാറിനോട് വരണ്ടെന്ന് പറഞ്ഞത്. സാറിനത് വിഷമാവും. എന്നെ ഡ്രോപ്പ് ചെയ്ത് വിഷമത്തോടെ തിരിച്ചു വരുന്ന രവി സാറിന്റെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ തനിയെ പൊയ്ക്കോളാം. മോനെ രഘു, എങ്കിൽ നീ ശ്രീലക്ഷ്മി വീട്ടിൽ കൊണ്ടാക്കിയിട്ട് വാ. ഏ വേണ്ടമ്മേ. നിങ്ങൾ ആരെന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നാലും നിങ്ങൾ തിരിച്ചു പോകുമ്പോ എനിക്കത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല. വിഷമം താങ്ങാനാവാതെ ഞാൻ വീട്ടിൽ വെച്ച് നിയന്ത്രണം വിട്ട് പെരുമാറിയ അച്ഛനും അമ്മയ്ക്കും എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് സംശയം തോന്നും. അല്ലെങ്കിൽ തന്നെ ഞാൻ അവരുടെ മുന്നിൽ പോയി ഇങ്ങനെ നിൽക്കുന്ന ചോദ്യം എന്റെ മനസ്സ് മുഴുവൻ. അവരും കൂടി ഇതൊക്കെ അറിഞ്ഞ വയ്യാത്ത എന്റെ അച്ഛന്റെ അവസ്ഥ എന്താകുന്ന എനിക്ക് പേടിയുണ്ട്. എന്റെ ഇമോഷൻസ് ഒന്നും ഇപ്പൊ എന്റെ കൺട്രോളിലല്ല അമ്മ. നിന്നെ യാത്രയയക്കാൻ ഞങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ട് ശ്രീലക്ഷ്മി. മോളെ സ്നേഹിച്ചും കൂടെ കഴിഞ്ഞും കൊതി തീർന്നിട്ടില്ല അമ്മയ്ക്ക്. എല്ലാം ചിലപ്പോ നല്ലതിനാവും. ആവണം. ആ പിന്നെ മോള് പറഞ്ഞത് ശരിയാ. മോള് തനിയെ പോയാ മതി. പക്ഷേ അമ്മയ്ക്ക് ഒന്നേ പറയാനുള്ളൂ. മോളുടെ മനസ്സിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം മറന്ന് സന്തോഷത്തോടെ വേണം സുദർശന്റെയും സരോജത്തിന്റെ അടുത്ത് ചെല്ലാൻ. ഇവിടെ ഉണ്ടായതെല്ലാം മോള് മറക്കണം. തിരിച്ചു മോള് വരുമ്പോ പഴയ ശ്രീലക്ഷ്മി ആയിരിക്കണം. അതിലെല്ലാം ഉപരി വേഗം ഇങ്ങോട്ട് തിരിച്ചു വരികയും വേണം. ഇപ്പൊ ഒന്നും വേണ്ട അമ്മേ. മോളെന്തായാലും കുറച്ചു ദിവസം കൂടെ നിന്നിട്ടല്ലേ പോവൂ.
നോക്ക്, ഈ വീട് നമ്മുടെ കോളനിയിലെ വീടിനേക്കാൾ അല്പം സൗകര്യമൊക്കെ ഉള്ള വീടാ. എന്നാലും ഇവിടെ താമസിക്കാൻ മോൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ അല്ലേ? അതെന്താ അച്ഛൻ അങ്ങനെ ചോദിച്ചേ? അല്ല, മോളിപ്പോ പഴയതുപോലെ അല്ലല്ലോ. രവി സാറിന്റെ വലിയ വീടും എല്ലാവിധ സൗകര്യങ്ങളുള്ള മുറികളൊക്കെ മോൾക്ക് ശീലമായി കാണില്ലേ? അങ്ങനെയുള്ള വലിയ വീട്ടിൽ താമസിച്ച് പെട്ടെന്ന് ഇങ്ങനെ ചെറിയ വീട്ടിലേക്ക് താമസം മാറ്റുമ്പോ മോൾക്ക് അസൗകര്യം ഉണ്ടാവുമെന്നുള്ളതാ. അങ്ങനെയൊന്നും ഇല്ല അച്ഛാ. ബംഗ്ലാവ് പോലുള്ള വീട്ടിൽ താമസിച്ചെന്ന് വെച്ച് പഴയതുപോലെ നമ്മുടെ വീട്ടിൽ താമസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ അച്ഛന്റെ മകള് മാറിയിട്ടില്ല, മാറുകയില്ല. ശരിയാ മോളെ. പക്ഷേ നീ അച്ഛൻ പറയുന്നൊന്നും കാര്യാക്കണ്ട മോളെ. മോള് വന്നതിന്റെ സന്തോഷത്തിലേ മതിമറന്ന് നിക്ക. വല്ലാണ്ട് കോലം കെട്ടെന്റെ കുട്ടി. ദേ അവിടെ കാച്ചി എണ്ണ ഇരിപ്പുണ്ട്. നല്ലോണം തല്ല് തേച്ചൊന്ന് കുളിക്ക്. യാത്രയുടെ ക്ഷീണമൊക്കെ ഒന്ന് മാറട്ടെ. ശരി അമ്മ. ശ്രീടച്ച, ഇന്ന് നമുക്കിനി കടയിലേക്കൊന്നും പോകണ്ട. നമുക്ക് മോളുടെ കൂടെ തന്നെ ഇരിക്കാം. അത് ഞാൻ അങ്ങോട്ട് പറയാതിരിക്കുമായിരുന്നു. ഇനി ഇന്ന് നമ്മൾ എങ്ങോട്ടും പോകുന്നില്ല. ആ എന്ന് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സാന്ദ്ര മാഡം ഭയങ്കര ജോലി തിരക്കിലാണെന്ന് തോന്നുന്നല്ലോ. ലാപ്ടോപ്പിലെ ടൈപ്പിംഗ് സ്പീഡൊക്കെ ഇനി കുറച്ചുകൂടി കൂട്ടേണ്ടി വരും. കാരണം സാന്ദ്രയ്ക്ക് ഇനി ജോലി അല്പം കൂടുതലാ. ഇനി മുതല് ആശുപത്രിയുടെ ബില്ലുകൾ കൂടി ഈ കമ്പനി ഇനി സെറ്റിൽ ചെയ്യണമല്ലോ. മാഡം, ഞാനും മാഡവും എപ്പോഴും സംസാരിക്കുമ്പോ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്. മാഡത്തിന് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് മനസ്സിലാവുന്ന ഭാഷയിലാവണമെന്ന്. അയ്യോ, അപ്പോ സാന്ദ്ര കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? എടോ, ശ്രീലക്ഷ്മിക്ക് വട്ട് സ്ഥിരീകരിച്ചു. അതിനി മുഴുവട്ടാണോ അരവട്ടാണോ എന്ന് മാത്രം സ്ഥിരീകരിച്ചാ മതി. മാഡം, മാഡം എന്തൊക്കെയായി പറയുന്നേ? ശ്രീലക്ഷ്മി മാഡത്തിന് എന്തോ മൈൻഡ് ശരിയല്ലാത്തതാണ്. അതെ, മൈൻഡ് ശരിയല്ല. അതിനെയാണ് ഞാൻ വട്ടെന്ന് മലയാളത്തിൽ ചുരുക്കി പറഞ്ഞത്. സാന്ദ്രയ്ക്ക് ഇപ്പോഴും അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്നു. സാന്ദ്ര വിശ്വസിക്കണ്ട. ശ്രീലക്ഷ്മിക്ക് എന്തായാലും അത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് രാവിലെ പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട് സ്വന്തം വീട്ടിലേക്ക് പോയിട്ടുണ്ട് അവള്. സാന്ദ്രയോട് ഞാൻ എന്താ പറഞ്ഞേ? അവളെ ഞാൻ ദിവസങ്ങൾക്കുള്ളിൽ കെട്ടുകെട്ടിക്കുന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ എന്തായി? കളം അറിഞ്ഞേ നമ്മൾ എപ്പോഴും കളിക്കാവൂ സാന്ദ്ര. ഇല്ലെങ്കിലേ ഇതുപോലെ കളത്തിന് വെളിയിൽ നിൽക്കേണ്ടി വരും. സത്യം പറഞ്ഞാലേ ശ്രീലക്ഷ്മിയുടെ അവസ്ഥയില് എനിക്ക് മനസ്താപമുണ്ട്. എന്തെല്ലാം സ്വപ്നങ്ങളോടെയാ അവൾ ആ പടി ചവിട്ടി കയറിയത്. ബ്രദർ ഇൻ ലോയുടെ കൂടെ ജീവിക്കാൻ വന്ന അവള് ഏതോ ഒരു പോയിന്റില് എന്റെ നേരെ ഒന്ന് തിരിഞ്ഞു. എന്നെക്കാൾ മുകളിൽ കയറാൻ ശ്രമിച്ചു. അത് അവളുടെ ഒരു റോങ് ഡിസിഷൻ ആയിരുന്നു. ഈ ജീവിതത്തിൽ അവൾ എടുത്ത ഏറ്റവും വലിയ റോങ് ഡിസിഷൻ. തലയ്ക്കൊരു കൊട്ടും കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് എന്റെ വഴിയിൽ നിന്ന് ഞാൻ അവളെ പലവട്ടം മാറ്റാൻ ശ്രമിച്ചു. പക്ഷേ എന്നെ അവള് കൈവച്ചു. ആദ്യമായിട്ടാ എന്നെ ഒരാള് നോവിക്കുന്നത്. എന്റെ ദേഹം നൊന്തപ്പോ ഞാൻ നോവിച്ചത് അവളുടെ ഹൃദയവാ. ദേഹം വേദന 2 ദിവസം കഴിഞ്ഞപ്പോ അങ്ങ് മാറി. ഞാൻ പകരം കൊടുത്ത വേദന അവളുടെ അവസാന ശ്വാസത്തിലും അവള് മറക്കില്ല. അറിഞ്ഞ വാർത്തകൾ വെച്ച് നോക്കുകയാണെങ്കിൽ സാർ ഇന്നിനി ഓഫീസിൽ വരുന്ന ലക്ഷണമില്ല. അത്യാവശ്യ ഫയലുകളെല്ലാം വീട്ടിലേക്ക് കൊടുത്തുവിടാന്ന് കരുതി. അല്ല, മാഡം അറിഞ്ഞ വാർത്ത എന്ന് പറഞ്ഞല്ലോ, എന്താ അത്? രാവിലെ സാർ അറിഞ്ഞത് തന്നെയാ. ശ്രീലക്ഷ്മി മാഡം രാവിലെ വർമ്മൻ വില്ലയിൽ നിന്നും ഇറങ്ങി അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോയെന്ന്.
ഇവിടെ ഇപ്പൊ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടല്ലോ, രേഖ മാഡം. അവര് പറഞ്ഞതാ. എത്രത്തോളം ശരിയാണെന്നൊന്നും അറിയില്ല. സത്യമാണ് മാഡം. ഇന്നലെ ശ്രീലക്ഷ്മി മാഡത്തിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിനു ശേഷം വീട്ടിൽ വലിയ ഇഷ്യൂ ഉണ്ടായി. ഉണ്ടായതല്ല, ഉണ്ടാക്കിയതാ രേഖ മാഡം. അങ്ങനെയാ ശ്രീലക്ഷ്മി മാഡം സ്വന്തം വീട്ടിലേക്ക് പോയത്. അല്ല, ഈ ശ്രീലക്ഷ്മി മാഡത്തിന്റെ ശരിക്കുള്ള പ്രശ്നം എന്താ? നല്ലൊരു കുടുംബം, നല്ലൊരു ഭർത്താവ്, ഉയർന്ന ജോലി. അവർക്ക് സ്വപ്നം കാണാൻ പറ്റുന്നതാണോ ഇതൊക്കെ? മര്യാദയ്ക്ക് അവനവന്റെ കാര്യം നോക്കി ജീവിക്കുന്നതിന് പകരം ഓരോരോ വേഷം കെട്ടലുകള്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാഡം? ഓരോ ആൾക്കാർ ഓരോ രീതികളല്ലേ. എന്നാലും ഇതൊരു വല്ലാത്ത രീതിയായി പോയി. രവി സാറിന്റെ സമാധാനം കൂടി കളയാൻ. അതെന്താ സന്ദന മാഡം എടുത്തു പറഞ്ഞത് രവി സാറെന്ന്? അവിടെ ഗായത്രി ദേവി അമ്മയുണ്ട്, മാഡത്തിന്റെ ബോസ് രേഖ മാഡം ഉണ്ട്. എന്നിട്ടും രവി സാറെന്ന് എടുത്തു പറഞ്ഞതുകൊണ്ട് ചോദിച്ചതാ. രാജാറാം സാർ കാട് വെട്ടിത്തെളിച്ച് വഴി വെട്ടി എങ്ങോട്ടായി പോന്നൊക്കെ എനിക്ക് മനസ്സിലായി. എന്നാലേ അത് വേണ്ട. ഞാൻ ആ അർത്ഥത്തിലല്ല പറഞ്ഞത്. രവി സാറെന്ന് കേൾക്കുമ്പോ തന്നെ സന്തോഷം തോന്നിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു സാൻഡ്രയ്ക്ക്. അതിൽ നിന്നൊക്കെ ഞാൻ എന്നെ തന്നെ മാറ്റാൻ നോക്കും. രേഖ മാഡം ഒരു ദിവസം ഒന്നിൽ കൂടുതൽ തവണ എന്നെ രവി സാറുമായിട്ട് അടുപ്പിക്കാൻ നോക്കുന്നുണ്ട്. രവിചന്ദ്രവർമ്മൻ ശ്രീലക്ഷ്മി ഇടയിലേക്ക് ഞാൻ ഇടിച്ചു കയറണം പോലും. ഓരോരോ മണ്ടത്തരങ്ങളെ. അതങ്ങനെ നിസ്സാരമായി കളയേണ്ട സന്ദന മാഡം. രേഖ മാഡം പറയുന്നതെല്ലാം ശരിവച്ചില്ലെങ്കിലും അതിൽ ചിലത് കാര്യമായി എടുക്കേണ്ടതുണ്ട്. എന്താ ഞാൻ കാര്യമായിട്ട് എടുക്കേണ്ടത്? എന്റെ നീക്കങ്ങൾ കൃത്യമായി അവളിൽ കൊണ്ടു. Now she's mad. ഒരു മാനസിക രോഗിയാക്കി അവളെ വീട്ടിലേക്ക് തന്നെ അയക്കാൻ എനിക്ക് പറ്റി. പക്ഷേ അവിടം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല ശ്രീലക്ഷ്മി. വീട്ടിലേക്ക് പോയ നിനക്കിനി വർമ്മൻ വീട്ടിലേക്കൊരു തിരിച്ചുവരവുണ്ടാവരുത്. അതിനുള്ള കരുക്കള ഇനി ഞാൻ നീക്കാൻ പോകുന്നത്. സാന്ദ്ര എടുത്ത ഫോട്ടോയാണ് നിനക്കുള്ള ചെക്ക്. അതോടെ നിനക്ക് നിന്റെ വീട്ടിൽ തന്നെ താമസിക്കാം. അവിഹിത ബന്ധമുള്ള ഒരാളുടെ കൂടെ സ്വന്തം മകളെ ജീവിപ്പിക്കാൻ ഒരച്ഛനും അമ്മയും തയ്യാറാവില്ല. ശ്രീലക്ഷ്മിയുടെ അച്ഛനും അമ്മയും ഈ ഫോട്ടോ കണ്ട അതോടെ എല്ലാം തകർന്നു തുടങ്ങും. തകരണം. അവൾക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവരുത്. പക്ഷേ ഞാനാണിതിന്റെ പിന്നിലെന്ന് ആരും അറിയാൻ പാടില്ല. അതിനെന്താ ഒരു വഴി? ത്രിവിക്രമൻ. ഇങ്ങനെയുള്ള പണികൾക്ക് അയാളാണ് ബെസ്റ്റ് ഓപ്ഷൻ. പിടിക്കപ്പെട്ടാൽ എന്റെ പേര് പറഞ്ഞ ആദ്യം എല്ലാവരും അതേ വിശ്വസിക്കും. കാരണം ഞാൻ അവളുടെ ശത്രുവാണെന്ന് എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു. പക്ഷെ ത്രിവിക്രമനെ പോലൊരു മോശം സ്വഭാവക്കാരനെ കൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്യിച്ചതാണെന്ന് പറഞ്ഞ അതൊക്കെ നുണയാണെന്ന് വരുത്തി തീർക്കാൻ എനിക്ക് വളരെ എളുപ്പം. ഇത് നടന്നാൽ ശ്രീലക്ഷ്മിക്ക് അവളുടെ ഫ്രം അഡ്രസ്സിൽ തന്നെ രേഖ മേഡത്തിന്റെ ക്യാബിനിലെത്തിക്ക് കയ്യിന്ന് വിടറോ, എന്നിട്ട് താൻ പൊയ്ക്കോളൂ. മാഡം എന്തോ പേഴ്സണലായി സംസാരിക്കാനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചതെന്നാ തോന്നുന്നത്. ഓ ശരി. അയാള് പോയാ? ആ പോയി. രേഖ മേഡം, രേഖ മേഡം, എന്തിനാ രേഖ മേഡം എന്നോട് വരാൻ പറഞ്ഞത്? ഹലോ ത്രിവിക്രമൻ, അവിടെയല്ല ഇവിടെ. മാഡം അവിടെ ആയിരുന്നു.
എന്തായാലും എനിക്ക് സന്തോഷമായി മാഡം. മാഡത്തിന് എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്നെ ഇങ്ങോട്ട് വിളിച്ചതിന്റെ പിന്നിൽ എന്തോ കാര്യമായ ഉദ്ദേശമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സാധാരണ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സഹായം ആവശ്യമായി വരുമ്പോൾ മാത്രമേ പലരും ഈ ത്രിവിക്രമനെ വിളിക്കാറുള്ളൂ. ഓ, അപ്പോ കാഴ്ച പോയതൊന്നും തനിക്കൊരു പ്രശ്നമേ അല്ല. താൻ ഇപ്പോഴും ആ പഴയ ത്രിവിക്രമൻ തന്നെയാ. പിന്നല്ലാതെ മാഡം, അങ്ങനെ മനുഷ്യർക്ക് പെട്ടെന്ന് മാറാൻ പറ്റും. പിന്നെ എന്റെ കണ്ണിന്റെ കാഴ്ച, അത് കളഞ്ഞവർക്കുള്ള സമ്മാനം കാഴ്ച തിരിച്ചു കിട്ടിയതിനു ശേഷം ഈ ത്രിവിക്രമൻ കൃത്യമായി നൽകുന്നതായിരിക്കും. കൊള്ളാം ത്രിവിക്രമ, എനിക്കറിയാമായിരുന്നു താൻ തന്നെയാ എന്റെ പ്ലാനിന് പറ്റിയ ആളെന്ന്. അപ്പം മാഡം വലുതായി എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. പറയൂ മാഡം, ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്ത് സഹായമാണ് മാഡത്തിന് വേണ്ടത്? എന്തിനും ഞാൻ റെഡിയാ. തനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാ. ഒരു കാലത്ത് നീരേറ്റുപുറം കോളനിയിലെ സുദർശനന്റെയും സരോജത്തിന്റെയും മകളായിരുന്ന ശ്രീലക്ഷ്മിയെ ഇപ്പോ വർമ്മൻ ഫാമിലിയിലെ ശ്രീലക്ഷ്മി തമ്പുരാട്ടിയെ വന്ന വഴിക്ക് തന്നെ തിരിച്ചു പറഞ്ഞു വിടുക. എന്താ, അതിന് തനിക്ക് എന്നെ സഹായിക്കാൻ കഴിയോ? അത് കൊള്ളാമല്ലോ മാഡം, അതെനിക്കിഷ്ടമായി. അല്ല മാഡം, അവളുടെ വിവാഹം നടത്താൻ മാഡം ആയിരുന്നല്ലോ മുന്നിൽ നിന്നിരുന്നത്. ആ വിവാഹം തടയാൻ ഞാൻ എത്രമാത്രം കഷ്ടപ്പെട്ടതാണെന്ന് മാഡത്തിന് അറിയാമോ? അറിയാം ത്രിവിക്രമ. പക്ഷേ അന്ന് ഞാൻ ആ കണ്ട പാവം ശ്രീലക്ഷ്മി അല്ല ഇപ്പൊ. അവൾ ഒരുപാട് മാറി. എല്ലാം അവളുടെ അഭിനയമായിരുന്നു. പഠിച്ച കള്ളി അവള്. എല്ലായിടത്തും ഇപ്പൊ അവളുടെ സ്ഥാനം എന്റെ സ്ഥാനത്തേക്കാൾ മുകളിലാ. എനിക്ക് അവളെ താഴെ ഇറക്കിയേ പറ്റൂ. മനസ്സിലായി രേഖ മാഡം. ഒരു സാധാരണ കോളനിക്കാരി പെൺകുട്ടി ഇപ്പം മാഡത്തിന്റെ കുടുംബത്തിലെ വലിയ മരുമകളായപ്പോ ഇളയ മരുമകളായ മാഡത്തിനൊരു ഭയം, നാളെ പെരുവഴിയിലാകുമോ എന്നൊരു പേടി. Shut up. Mind your tongue. രവി, ഞാൻ താഴെ അന്വേഷിച്ച് പറഞ്ഞു നീ ഇന്ന് കഴിക്കാനൊന്നും ചെന്നില്ലെന്ന്. വിശപ്പ് തോന്നില്ല. ആ, നിരാശയുള്ള എല്ലാവരും പറയുന്ന വാക്കാ. എന്താ രവി ഇത്? നീ ഇത് പഴയതുപോലെ തുടങ്ങുകയാണ്. അന്ന് അതിന് തക്കതായ കാരണം ഉണ്ടായിരുന്നു. നീ സ്നേഹിച്ച നിന്റെ ഭാര്യ മരിച്ചുപോയി എന്ന കാരണം. ഇന്നെങ്ങനെ നീ ഈ അവസ്ഥയിലേക്ക് എത്തി? യമുനെ. ആ മാഡം. അമ്മ എവിടെ? അമ്മ കിടക്കുവാണല്ലോ. രവി സാറോ? സാറ് മുകളിലുണ്ട്. രവി, ഞാൻ രാവിലെ പറഞ്ഞിട്ട് പോയതൊക്കെ നീ മറന്നോ? നീ നിന്നെ തന്നെ നിയന്ത്രിച്ചില്ലെങ്കിൽ വേറെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല രവി. പകുതിയിൽ തളർന്നുപോയ ഒരു ഓട്ടക്കാരനെ പോലെ നിൽക്കുക ഞാൻ. ഇന്നൊരു പകൽ കൊണ്ട് എനിക്ക് പലതും ബോധ്യമായി. ശ്രീലക്ഷ്മി എനിക്ക് ആരായിരുന്നു, എന്തായിരുന്നു, അങ്ങനെയല്ല. ഈ വീടും എന്റെ മനസ്സും ഒരുപോലെയാണിപ്പോ. എങ്ങും ശൂന്യത മാത്രം. രവി, നീ ഇത്രയൊക്കെ പറയാനും തളരാനും മാത്രം ഇവിടെ എന്ത് സംഭവിച്ചു? എനിക്കറിയാം സാന്ദ്രമ്മയുടെ നിന്നെ എത്രമാത്രം ആഗ്രഹിച്ചിരുന്നുവെന്ന്, സ്നേഹിച്ചിരുന്നുവെന്ന്. രാജാറാം, നീ എന്തൊക്കെയാ പറയുന്നത്? ശ്രീലക്ഷ്മി അല്ലാതെ വേറെ ഒരാളെ ഇനി ഇപ്പൊ എന്റെ ഭാര്യയുടെ സ്ഥാനത്ത് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. സാൻഡ്ര എനിക്കൊരിക്കലും അങ്ങനെ കാണാനും കഴിയില്ല. ശ്രീലക്ഷ്മിക്ക് തുല്യമായി ശ്രീലക്ഷ്മി മാത്രമേ ഉള്ളൂ. രവി, ഞാൻ നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. രാജാറാം എന്തിനു വേണ്ടി പറഞ്ഞതാണെങ്കിലും ശ്രീലക്ഷ്മിയെ മറന്നൊരു ജീവിതമില്ല ഈ രവിചന്ദ്രവർമ്മന്. ഞാൻ വിളിച്ച ശ്രീലക്ഷ്മി മടങ്ങി വരും. നീ അഥവാ മടങ്ങി വന്നില്ലെങ്കിൽ തന്നെ ജീവിതം മുഴുവൻ ഓർക്കാവുന്ന
1000 ഓർമ്മകൾ തന്നിട്ടാ ശ്രീലക്ഷ്മി പോയിരിക്കുന്ന. അത് മതി, അത് മാത്രം മതി ഇനിയുള്ള കാലം എനിക്ക് ജീവിക്കാൻ. മറ്റൊരാളുടെ ഓർമ്മകളിലല്ല രവി നമ്മൾ ജീവിക്കേണ്ടത്. ഇനി ഞാൻ ആലോചിച്ചിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ. നീ നഷ്ടമാവും എന്നൊരു തോന്നൽ ശ്രീലക്ഷ്മിക്കുണ്ടായാൽ ശ്രീലക്ഷ്മി പഴയതുപോലെയാവും. അതിന് നിന്നെ നഷ്ടപ്പെടും എന്നൊരു തോന്നൽ നമ്മളായിട്ടുണ്ടാക്കിയെടുക്കണം. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കയ്യിലുള്ളത് നഷ്ടപ്പെടുമ്പോഴല്ല, കയ്യിലുള്ളത് വേറൊരാൾ തട്ടിപ്പറിച്ച് സ്വന്തമാക്കുമ്പോഴാ ഉണ്ടായിരുന്നതിന്റെ വില ഏതൊരു മനുഷ്യനും മനസ്സിലാക്കുന്നത്. അല്ല, നിങ്ങളുടെ ചേട്ടായി പട്ടിണി കിടക്കുന്നതിൽ കാര്യമുണ്ട്. നിങ്ങൾ എന്തിനാ പട്ടിണി കിടക്കുന്നത്? നിങ്ങളുടെ ഭാര്യ മാനസിക രോഗിയൊന്നും അല്ലല്ലോ. ഇവിടെ നിങ്ങും പോയിട്ടും ഇല്ല. ഷോ ഒന്ന് പതുക്കെ. കുറെ ദിവസം കൂടി ഇന്ന വലിയ ബഹളങ്ങളും കുത്തുവാക്കുകളും ഒന്നുമില്ലാതെ സമാധാനമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന. നിനക്ക് ഇതാവും സമാധാനം. ഈ വീട്ടിൽ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുന്നതാ ബാക്കിയുള്ളവർക്ക് സമാധാനം. ഏട്ടത്തിയമ്മ ഉണ്ടായിരുന്നെങ്കിലേ അമ്മയും ചേട്ടായും കഴിക്കാതിരുന്നാൽ അവരും കഴിക്കില്ലായിരുന്നു. അതിനെ ഞാൻ നിങ്ങളുടെ ചേട്ടത്തി കൊച്ചമ്മയല്ല, ഭാര്യ. ഞാൻ നോക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും നിങ്ങളെയാ, അല്ലാതെ ഭർത്താവിന്റെ ചേട്ടനെയോ അമ്മയോ ഒന്നും അല്ല. എനിക്കതിന്റെ കാര്യവും ഇല്ല. പിന്നെ ഞാൻ എന്തൊക്കെ ചെയ്താലും അവളുടെ അത്രയും കയ്യടിയും പ്രോത്സാഹനവും ഒന്നും എനിക്ക് കിട്ടാനും പോകുന്നില്ല. ഏട്ടത്തിയമ്മ വന്നതിന് ശേഷം നിന്നെ ഇവിടെ ആരും ശ്രദ്ധിക്കുന്നില്ല എങ്കിൽ കുഴപ്പം നിന്റേതാണ്. അമ്മ ആഗ്രഹിച്ച ഒരു മരുമോളെ കിട്ടിയപ്പോ സ്വാഭാവികമായും നിന്നോടുള്ള അടുപ്പം കുറഞ്ഞു. അതിത്തിരി കുറഞ്ഞാലും വേണ്ടില്ല. ഈ കണ്ട സ്ഥലങ്ങൾ മുഴുവൻ തൂത്തുവാരാനും അടുക്കള കിടന്ന് ചൂട് കൊള്ളാനും എല്ലാവരും കൈ കഴുകി വന്നിരിക്കുമ്പോ ഇവിടെ ഓടി നടന്ന് വിളമ്പാനും അതിനെല്ലാം അപ്പുറം ഞാൻ ഇതൊക്കെ ചെയ്യുന്നു എന്ന് അഭിനയിക്കാനും എനിക്കറിയില്ല. അതുകൊണ്ട് മാത്രമല്ല ഒരു അടുപ്പം കുറച്ച് കുറഞ്ഞാലും സാരമില്ല. ഇതാണ് നിന്റെ പ്രശ്നം. ഒരു മകളുടെ, മരുമകളുടെ, ഒരു ഭാര്യയുടെ, അനിയത്തിയുടെ ഒരു ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കാൻ നിനക്ക് പറ്റില്ല. ഞാനിപ്പോ വന്നത് സാറിനോട് അതേക്കുറിച്ചൊന്ന് സംസാരിക്കാനാണ്. ഞാൻ കാരണം സാറിന് ഈ അവസ്ഥയിൽ മാറ്റം ഉണ്ടാവുമെങ്കിൽ, നമ്മുടെ പഴയ രവി സാറിനെ തിരിച്ചു കിട്ടുമെങ്കിൽ, രാജാറാം സാറ് രാവിലെ എന്നോട് പറഞ്ഞ കാര്യത്തിന് എനിക്ക് സമ്മതമാണ്. ശ്രീലക്ഷ്മി രവി സാറും ഒന്നാവുന്ന കാലം വരെ ഞാൻ അഭിനയിച്ചോളാം. മാഡം ആലോചിച്ചാണോ തീരുമാനമെടുത്തത്? അതിന് എനിക്ക് വലിയ ആലോചനയൊന്നും വേണ്ടി വന്നില്ല സാർ. പണ്ടെന്നോ ഞാൻ തന്നെ ചങ്ങലക്കിട്ട് എന്റെ ചിന്താഗതികളെ ഇപ്പൊ ഞാൻ സ്വതന്ത്രയാക്കുന്നു. അത്രയുള്ളൂ. വീണ്ടും സാറിനോട് ഇടപഴകാൻ, കൂടുതൽ സംസാരിക്കാൻ, യാത്രകൾ ചെയ്യാൻ, ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ. ഇതിനൊക്കെ ശ്രീലക്ഷ്മിക്ക് വേണ്ടിയാണെങ്കിൽ അങ്ങനെ. അതിനെനിക്ക് സന്തോഷമേ ഉള്ളൂ.